ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ വർഷത്തെ ഫസ്റ്റത്തെ ചക്ക കേട്ടോ, പഴുത്ത ചക്ക കിട്ടിയത് ഫസ്റ്റായിട്ട് കിട്ടിയതാട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് നമ്മളെ വീഡിയോയിൽ തന്നെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പൊ ഇതിന്ന് ഒരു ചക്ക പഴുത്തതാണ്. അപ്പൊ എല്ലാരും കഷ്ണം മുറിച്ച് എടുത്തതാണ്. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അടിച്ചമർത്തി പോകട്ടെ. എല്ലാരും വീട്ടിലും ചക്കക്കായോ? ചക്കയൊക്കെ പഴുത്തോ? ചക്ക പഴുത്തത് നമ്മൾ ഇടിച്ചക്കൊക്കെ കഴിച്ചിക്കണ്, പക്ഷെ പഴുത്തത് ഇപ്പൊ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇതാണെങ്കിൽ തേനിന്റെ പോലെ മധുരം ഉണ്ടാവൂലേ, പക്ഷെ അതെന്താ അറിയോ, ഈ വേനൽക്കാലായിട്ടേ ഭയങ്കര ചൂടും ഇതൊക്കെ ആയിട്ട് ഇതിനൊരു നല്ല മധുരമുള്ള ചക്കയാണ്. ഇനി ഇത് കുറച്ച് സമയം എന്താ പറയുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ കഴിക്കണതാണ് എനിക്കിഷ്ടം. പക്ഷെ നമ്മളെ ഫ്രിഡ്ജൊക്കെ അകപ്പാടായിട്ട് സ്മെല്ലൊക്കെ വരും കേട്ടോ. അങ്ങനെ ഈ ചക്കൻ്റെ സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ഒരു നല്ലൊരു ഡപ്പിയൊക്കെ ഇട്ടുങ്ങാണ്ട് അടച്ചു വെച്ചുങ്ങാണ്ട് ചെയ്യാം. പഴഞ്ചക്കയല്ലത്, പക്ഷെ നല്ല വരിക്കച്ചക്ക, പക്ഷെ അത് പഴഞ്ചക്കന്റെ പോലെയാണിത്. അധികം ഇതിന് കട്ടിയില്ലാത്ത സൈസ്, കുരു നല്ല കട്ടിയാണ്. അതെ, നമ്മള് കുറേരി ഇട്ടുകാണ്ട് ഒരു കഞ്ഞി ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഇന്നലത്തെ തന്നെ ഞങ്ങൾക്ക് നെയ്ച്ചോറും ഇതൊക്കെ ബാലൻസ് ആണ്. അപ്പൊ കുറേരി ഇട്ടുകാണ്ട് കഞ്ഞി ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ നോമ്പ് തുറ അങ്ങനെയാണ്. തൈരൊക്കെ ഒഴിച്ച് നമ്മള് ജീരകക്കഞ്ഞി, നോമ്പ് കഞ്ഞി ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കണല്ലേ. അപ്പൊ ഇത് ഏകദേശം വെന്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കണത്. അതുപോലെ കറി ഇതൊന്നും എക്സ്ട്രാ ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്നലത്തെ കറികൾ എൻ്റെ എല്ലാം ബാലൻസ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഞങ്ങളിങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങള് ഫ്രൂട്ട്സ് ഒക്കെ വെട്ടുമ്പോൾ മോള് സ്കൂളിട്ട് വന്നപ്പോഴൊക്കെ ആകെ ഒരു ക്ഷീണമായിട്ട് കണ്ടു. അങ്ങനെയാണ്, ഇങ്ങനെ നോമ്പ് വെട്ടിട്ടാണോ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഒക്കെ ഒരു പനിൻ്റെയൊക്കെ പോലെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഈ കാലാവസ്ഥയും ഭയങ്കര ചൂടും അങ്ങനെയൊക്കെ അല്ലേ, അതുകൊണ്ട്. അപ്പൊ ഇതന്നെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടോ, ഞങ്ങൾ ഇതന്നെ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതാക്കി വെക്കും. പിന്നെ അതേപോലെ കുറച്ച് നെയ്ച്ചോറിന്റെ ആകെ ഒരു ഇതുണ്ടോ, ഇത്രയും ഇതിൽ ബാലൻസ് ആണ്. ഇതിൽ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അതിന് ഞാൻ അപ്പുറത്ത് ഇവർക്ക് കൊടുത്ത്, അതിൽ ഇതും ഉണ്ട്. അപ്പൊ ഇതും ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറക്ക് ഇതാക്കുന്ന നല്ല അടിപൊളിയായിട്ട് ഇത് ജീരകക്കഞ്ഞി, നല്ല കഞ്ഞി ഇത് വെച്ച്, പിന്നെ അതേമാതിരി തൈരും ഇതൊക്കെ ഇട്ടുകാണ്ടൊരു കഞ്ഞി കുടിക്കുക. ഇത് ഇതാക്കണേ നമ്മളെ ഇതിലിട്ടുങ്ങാണ്ടേ, അത് അടിയിൽ കരി പിടിക്കൂല കേട്ടോ. ഇത് വെച്ചിക്കണേ. അപ്പൊ ഇനിയിപ്പോൾ ഇതൊന്നും ഇട്ടുകാണ്ട് ഇതിൽ ചൂടാക്കി എടുക്കട്ടെ. അത് ഈ കളയണ്ടേ, പിന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ പിന്നെ ഇത് നമ്മൾ വേസ്റ്റാക്കി കളയണം. ഈ കണലത്ത് വെച്ച് കണ്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയാം, നല്ല ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ, ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിക്കുക. അപ്പം നമ്മൾ ഈ റൈസ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് വെക്കണ പോലെ തന്നെ നല്ലൊരു ഇത് കിട്ടും. അതിനാണ് ഈ നല്ല ചൂടുള്ള വെള്ളം ഇങ്ങനെ. പിന്നെ എന്താ സംഭവം എന്നറിയോ, ശരിക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എനിക്ക് റെഡിയാക്കിയാണ്. പക്ഷെ ഇതെന്താ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ കൂടുതൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ശീലമായതാണ്. കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ശീലമായപ്പോൾ ശരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മതി. ഇനിയിപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കി പഠിച്ച് കിട്ടണം എനിക്ക്. ഇപ്പം ഞാൻ സാധാ ചോറൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. ചോറ് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. പാല് തിളച്ചണേ, ഉമ്മച്ചത് വെച്ച് കാണ്ടതിന് പോയി നൂടിയാണല്ലേ. പാലായി. ഈ കുറച്ച് വെള്ളം കലക്കല, നമുക്ക് നാരങ്ങ വെള്ളം കലക്കല്ലോ. അത് നീരില്ല നാരങ്ങല്ലേ, പച്ച.
മല്ലിച്ചപ്പുണ്ടോ? നടല ഇത് കുത്തല് സുഖം കിട്ടില്ല അല്ലേ? അത് വെറും നാരങ്ങ മതിയിലെന്ന്. പഞ്ചസാര ആദ്യം കലക്കണം, അല്ലെങ്കിൽ എന്താ അറിയോ ഐസും വെള്ളം പാർന്നിട്ട് കലക്കിയാൽ കലങ്ങൂല. ഐസ് ഇട്ട് കണ്ട് ആദ്യം പഞ്ചസാര സാധാ വെള്ളത്തിൽ കലങ്ങിയതിന് ശേഷമാണ് ഐസും വെള്ളം പാരുക. അല്ലെങ്കിൽ പഞ്ചസാര കലങ്ങൂല. ഐസും വെള്ളത്തിൽ പഞ്ചസാര ഒരിക്കലും കലങ്ങൂല. വത്തക്ക ചെറിയ രസം ഉണ്ട്, അത് മതി. മറ്റേ നിൽക്കണോ? പിന്നെ മറ്റേ ജ്യൂസും ഉണ്ട്. ജ്യൂസും ഇല്ല, ഇന്നും ഇങ്ങനെ നിന്ന് മട്ടിച്ച തുടങ്ങിയില്ലേ വത്തക്കൊക്കെ. മറ്റേ പന്തിരി കണ്ടെടുക്കണം നീ. മാങ്ങനെ ജ്യൂസിനെ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ മറ്റേ ചെറുക്കും മധുരമല്ലല്ലോ, മധുരം കുറവാ. പുളിയില്ല, മധുരമല്ല അല്ലേ? മറ്റേക്ക് പ്ലേറ്റ് എടുക്കാം. മുന്തിരിയോ വേണ്ടേ? വേണ്ട, വേണമെങ്കിൽ എടുക്കാം. മതി മുന്തിരി നീക്കണോ? കളർഫുള്ളായി. ഇല്ല ഇറങ്ങിയോ കാണി. ഇവിടെ അങ്ങനെ നോക്കി അപ്പുറത്ത് നോക്കി അറിയാതെ തീ സുഖാണ്. വേനൽക്കാലത്ത് ചൂടാണ്. അവിടെ മതി, അവിടെ നീക്കാൻ വെക്കില്ല. ഇവിടെ ഇട്ട് കണ്ട ഞാൻ ഇടയില്ല, പക്ഷെ ഇവിടുന്ന് നീക്കാൻ വെക്കായിട്ട് അവിടെ നിൽക്കാം. അപ്പോൾ ഇതാക്കുന്ന ഇന്നത്തെ ഞങ്ങളെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നെയ്ച്ചോറ്, പിന്നെ നല്ല അടിപൊളി ചെറിയ കുഴിച്ച് നമ്മുടെ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന കഞ്ഞി ഉണ്ടായില്ലേ, കഞ്ഞി. ഇന്നലത്തെ ഉണ്ടാക്കിയ ചിക്കൻ കറി, പിന്നെ വത്തക്ക വെള്ളം കുറച്ച് നമ്മൾ മാറ്റി ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ബാലൻസ് ചെയ്യാനിപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അത് ഞങ്ങൾക്ക് കുറച്ച് തണുക്കാൻ വേണ്ടി വെച്ചാൽ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ച ഇതിൽ കുറച്ച് എടുത്ത് എടുക്കുക. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ നമ്മളെ ചക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോകാം. ബൈ.